കഴിഞ്ഞ ദിവസം ഞാൻ കാനഡയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു ദമ്പതികളുടെ വീഡിയോ കാണാനിടയായി. അവർ പറയുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അതിൻ്റെ താഴെ അവരെ കുറേ കുറ്റം പറഞ്ഞിട്ട് കമൻ്റൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ ഒരു അവസ്ഥയുമായിട്ട് ഭയങ്കരമായിട്ട് താതാൽപ്യം പ്രാപിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതേ അവസ്ഥയിൽ കൂടെ കടന്നുപോയ ഒരാളാണ്. നിങ്ങൾ എൻ്റെ ചാനൽ നേരത്തെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. നമ്മൾ കാനഡയിൽ നിന്നും റിട്ടേൺ അല്ലെങ്കിൽ റിവേഴ്സ് മൈഗ്രേഷൻ നടത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ കടന്നുപോയ അതേ സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് അവരും കടന്നു പോയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ ചാനലിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ ഈവൻ ഏജൻസികളുടെ ആൾക്കാർ പോലും കമൻ്റ് ഇട്ട് നല്ലപോലെ സൈബർ ബുള്ളിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് അവരും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് റെൻ്റാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മളോട് ഏജൻസികൾ പറയാറില്ല. നമ്മൾ നമുക്ക് കാനഡയിലൊന്നും അധികം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും അങ്ങോട്ട് പോകുന്നത് ഏജൻസിയുടെ തള്ളിമറി കേട്ടിട്ട് തന്നെയാണ്. തള്ളിമറിച്ച് അവസാനം നമ്മളെ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്ന അവസ്ഥയാണുള്ളത്. എനിക്കവിടെ വലിയ കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെയും അവർ പറയുമ്പോഴത്തേക്കും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അവർ വിചാരിക്കും ഇവരോട് റിയാലിറ്റി പറഞ്ഞിട്ട് എന്തിനാണ് വെറുതെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പം അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഏജൻസികൾ പറയുന്ന മാതിരി ജോലി അവിടെ ഇല്ല. ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ അങ്ങനെ അവിടെ ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പാർട്ട് ടൈം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അത്ര കഷ്ടപ്പാടാണ് ജോലി കിട്ടുക എന്ന് പറയുന്നത്. പിന്നെ ഈ ജോലി കിട്ടിയാൽ തന്നെയും അവിടുത്തെ ഒരു ചിലവ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതനുസരിച്ചിട്ട് അത് വെച്ചിട്ട് ലോൺ അടയ്ക്കാനൊന്നും നിലവിൽ പറ്റത്തില്ല. പണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പാർട്ട് ടൈം ചെയ്ത് തന്നെ ലോൺ അടച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇത്രയും ചിലവില്ല. ഇപ്പോൾ ഇവർ പറയുന്ന ഇവരൊരു ബേസ്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ബേസ്മെൻറ്റിന് അവിടെ വരുന്ന ഒരു മിനിമം ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 75,000 തൊട്ട് 80,000 അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആളുടെ ഒരു ശമ്പളം എന്ന് പറയുന്നത് ഒരു 3,00,000 രൂപ അല്ലെങ്കിൽ 2,50,000 രൂപ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് വാവ് 2,50,000 രൂപ ഉണ്ടെന്ന് തോന്നും. പക്ഷേ അതിലൊരു 40 തൊട്ട് 60% വരെ ടാക്സാണ്. ടാക്സ് കഴിഞ്ഞിട്ട് നമ്മളീ പറയുന്ന ഗ്രോസറിയും റെൻറ്റും എല്ലാം അടച്ചു കഴിയുമ്പോഴത്തേക്കും കയ്യിലാകപ്പാടെ നാട്ടിലെ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ അത്രേ കിട്ടത്തുള്ളൂ. പിന്നീടുള്ള ഇത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസർവ് മണി മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ പറയുന്ന ഏജൻസികളുടെ ഒരു തള്ളിമറി കേട്ടിട്ടാണ് അവരും പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമാണ്. ജോലിയില്ല. പിന്നെ അതുപോലെ തന്നെ PR കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ അവർക്ക് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഈ നമ്മൾ ഇവിടുന്ന് അവിടുത്തെ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ലെവലിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ലെവലിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഞാൻ പോയ സമയത്ത് എനിക്കിവിടെ ഓൾറെഡി വീടും കാറും ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് വീട് പിന്നെ ലോൺ വെക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒന്നും തോന്നാതിരുന്നത്. അതുകൊണ്ട് തിരിച്ച് വന്നപ്പോൾ കിടക്കാൻ വീടുണ്ട്. കാറ് നമുക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പം നമ്മൾ ഇവിടത്തെക്കാട്ടിൽ ബെറ്ററായിട്ട് ജീവിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മനുഷ്യർ തളരുന്നത് തളർന്നു പോകും. അതിനാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത്രയും പൈസ മുടക്കി അവിടെ പോയിട്ട് ജോലിയില്ല ഒന്നുമില്ല ജീവിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് വിഷമം വരാതിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരോട് ശരിക്കും പറഞ്ഞാൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തന്നെയാണ് തോന്നിയത്. കാരണം ഇതേ അവസ്ഥയിൽ കൂടെ തന്നെ ഞാൻ കടന്നു പോയത്. അതുകൊണ്ട് എനിക്ക് അവരുടെ ഒരു അവസ്ഥ നന്നായിട്ട് മനസ്സിലാവും. ഈ നമ്മൾ പറയില്ലേ കൂടെ കിടക്കുന്നതിന് രാപ്പനി അറിയത്തുള്ളൂന്ന്. അതുപോലെ ആ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഇതൊക്കെ വെറും കെട്ടുകഥകളായിട്ടോ അല്ലെങ്കിൽ വെറുതെ തള്ളിമറിയായിട്ടോ ഒക്കെ എല്ലാവർക്കും തോന്നത്തുള്ളൂ. പക്ഷേ ഇനി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിയാലിറ്റീസ് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഏതെങ്കിലും വിദേശ രാജ്യത്തോട്ട് പോകാവൂ. അത്രയാണ് എനിക്ക് പറയാനുള്ളത്.